നമുക്കിന്ന് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് 1 നാരങ്ങ നീര് ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ചിക്കന് നന്നായി മസാല പിടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ടാക്കി ഫ്രീസറിലോട്ട് അരമണിക്കൂർ നേരം വെച്ച് കൊടുക്കുക. ഫ്രീസറിലോട്ട് വെച്ച ചിക്കന് നന്നായി മസാല പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് സവോള വഴറ്റിയെടുക്കാം. ഞാനൊരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് സവോള ഇതുപോലെ കട്ട് ചെയ്തിടാം. എന്നിട്ട് സവോളയിലോട്ട് 1 പിഞ്ച് ഉപ്പിട്ട് ഇതുപോലെ ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുക്കണം. സവോളയിലോട്ട് 1 പിഞ്ച് ഉപ്പിട്ടാലേ അത് പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇനി സവോള മാറ്റി വെച്ചതിന് ശേഷം ഒരു കുക്കർ എടുത്ത് അതിലോട്ട് സവോളയിൽ ബാക്കി വന്ന എണ്ണ ഒഴിച്ച് അതിലോട്ട് 4 ഗ്രാമ്പും 2 കഷ്ണം കറുവപ്പട്ട ഇലയും പിന്നെ 2 ഏലക്കയും 1 തക്കോലവും ജാതിപത്രിയും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് 2 പച്ചമുളക് കട്ട് ചെയ്തതും ചെറുതായി കട്ട് ചെയ്ത സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം. ഇനി 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചെറുതായി പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാലയും ഇട്ട് ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായി മിക്സ് ചെയ്തതിന് ശേഷം 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി കുക്കർ 2 വിസിൽ വരുന്നേരം മൂടി വെക്കാം. അങ്ങനെ 2 വിസിലിന് ശേഷം നന്നായി വെന്ത് കിട്ടി നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് വഴറ്റിയെടുക്കണം. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് റൈസ് തയ്യാറാക്കാം. ഒരു കുക്കർ എടുത്ത് അതിലോട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളക്കുമ്പോൾ അതിലോട്ട് ഗ്രാമ്പും പട്ടയും ഏലക്കയും പട്ടയിലയും ഇട്ട് നേരത്തെ വഴറ്റി വെച്ച സവോള 2 സ്പൂൺ ഇട്ട് കൊടുത്ത് അതിലോട്ട് തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് 1 സ്പൂൺ ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി നന്നായി തിളക്കുമ്പോൾ നേരത്തെ വഴറ്റി വെച്ച സവോളയുടെ എണ്ണ 1 സ്പൂൺ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരിക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുക്കർ 2 വിസിൽ വരുന്നവരെ മൂടി വെക്കാം. അങ്ങനെ ചോറ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കനിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിന് കളറിന് വേണ്ടി ഞാൻ മഞ്ഞൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് പാലും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആക്കിയതാണ്. ഇനി ഇതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോള വഴറ്റിയതും ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ വീണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണി തയ്യാറായി. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.